ചർച്ചയുടെ തുടക്കം മുതൽ ആളുകൾ കാണുന്നുണ്ടല്ലോ. കാണട്ടെ, നിങ്ങൾ എന്നെ പറയാൻ അനുവദിച്ചിട്ടുണ്ടോ? എനിക്ക് കോൺട്രാഡിക്ഷൻ ചോദിക്കേണ്ടത്. ഇതിനകത്ത് നിങ്ങളുടെ സൗണ്ട് കൂട്ടി എന്റെ സൗണ്ടും കുറച്ചും വയ്ക്കുന്നു. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ജനാധിപത്യത്തിന്റെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനും അതാണ് നിങ്ങളുടെ ചോദ്യം. എന്റെ ചോദ്യം അത് തന്നെയാണ്. ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. നാടൊട്ടുക്കുമുള്ള BJP-ക്കാരെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി അവരെ അവിടുത്തെ വോട്ടർമാരാക്കിയാണ് നിങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്നുള്ളതാണ് ചുരുളഴിഞ്ഞു വരുന്ന കഥ. നിങ്ങൾ എന്നെ സമ്മതിച്ചേക്ക്. അഭിലാഷ്, അങ്ങനൊന്നുമല്ല. ഈ കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണസമയ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകളുണ്ട്, പൂർണ്ണസമയ പ്രവർത്തകർ അല്ലാത്ത ആളുകളുണ്ട്, ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന ആളുകളും ഉണ്ടെന്ന്. ഞാനിപ്പോൾ താമസിക്കുന്ന ഞാൻ ഇടുക്കിക്കാരനാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. എന്റെ വോട്ട് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രക്രിയകളാണെന്ന്. അങ്ങേക്ക് അവിടെ ഒരു താമസ സ്ഥലമെങ്കിലും ഉണ്ടല്ലോ. പറഞ്ഞല്ലോ, ഞാൻ അങ്ങോട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്ത നിങ്ങളുടെ പ്രമുഖ നേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഇപ്പോൾ തൃശ്ശൂരുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാം. നിക്ക്, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തീർക്കട്ടെ. അദ്ദേഹം ഏത് അഡ്രസ്സിലാ വോട്ട് ചേർത്തത്? അത് ചോദിച്ചോട്ട് ഞാൻ പറയാം. ഞാൻ ആ ഏത് അഡ്രസ്സിലാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം. പേര് ഉണ്ണികൃഷ്ണൻ വി, അച്ഛന്റെ പേര് പരമേശ്വരൻ നമ്പീശൻ, വീട്ട് നമ്പർ പള്ളിപ്പറ്റ ഹൗസ്. ഈ പള്ളിപ്പറ്റ ഹൗസ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ വേറൊരു നേതാവിന്റെ വീടാണ്. നന്നായിട്ട് അറിയായിരുന്നു. ഒരു സ്ഥലത്ത് ഇലക്ഷൻ നടക്കുമ്പോ അവിടെ നിങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ടാവുമല്ലോ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തകർ അവിടെ പോയിട്ട് അവിടുത്തെ പ്രവർത്തകരുടെ വിലാസത്തിൽ വോട്ട് ചേർത്ത് വോട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ ജനാധിപത്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഒരു ലോജിക്ക് നിങ്ങൾ പറയും. ഒരു ലോജിക്ക് നിങ്ങൾ പറയും. ഒരു വീട്ടില് സ്വാഭാവികമായിട്ടും ഒരാൾക്ക് മറ്റൊരാൾക്ക് വാടകയ്ക്ക് വന്ന് താമസിച്ചുകൂടെ? അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത്? അല്ലല്ല, ഇലക്ഷൻ നടക്കുന്നത് കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഞങ്ങളുടെ ഇൻചാർജ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അദ്ദേഹം തൃശ്ശൂർ താമസിക്കാനേ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം അങ്ങനെ ചെയ്തതിൽ എന്താണ് തെറ്റെന്നാണ് എന്റെ ചോദ്യം. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പ്രവർത്തകരൊക്കെ അവിടുത്തെ മറ്റു പ്രവർത്തകരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ട് അവിടുത്തെ വോട്ടർ പട്ടികയിലെ പേര് നേടിയിട്ട് അവിടെ വോട്ട് ചെയ്ത് സ്ഥാനാർത്ഥി ജനാധിപത്യം. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. വെറുതെ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ എടുത്തിട്ട് വന്നിട്ടൊന്നും വെറുതെ ഇങ്ങനെ പറഞ്ഞു നോർത്തിട്ടൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രമുഖരായ നേതാക്കളുടെ വോട്ട്, സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട്, സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ വോട്ട്, ഇവിടെ സജീഷ് പറഞ്ഞതുപോലെ പ്രമുഖരായ ആളുകളുടെ കാര്യമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. പ്രമുഖരല്ലാത്ത എത്രയോ വോട്ടുകൾ ഇതുപോലെ. ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. താങ്കൾ ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ മാത്രമാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കണ്ട. ഞങ്ങളും ചെയ്തിട്ടുണ്ട്, അവരും ചെയ്തിട്ടുണ്ടെന്നാണ്. തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണല്ലോ ചർച്ച. വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ചിട്ടാണല്ലോ ചർച്ച. മൊത്തം പറയണമെന്നേ. ഇത് ഞങ്ങൾ മാത്രം കയ്യിൽ നിന്ന് പോയി ഉണ്ടായിരുന്നു. ഞങ്ങൾ മാത്രം വലിയ തെറ്റ് ചെയ്തു. തൃശ്ശൂരിൽ ഞങ്ങൾ അങ്ങനെ നിങ്ങൾ ഇടയ്ക്ക് കയറി പറയല്ലേ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എങ്ങനെയാണ് ഈ ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടാതെ അവിടെ തുടരുന്നത് എന്നതാണ് ചോദ്യം. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. രാജ്യത്തെ തന്നെ ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന തന്നെ വലിയ ചില സംശയങ്ങൾക്ക് ഇത് മുകളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ താലത്തിൽ എടുത്തുകൊണ്ടുപോയി നടത്തുന്ന അട്ടിമറിയാണോ സംശയം വരുന്നത് അവിടെയാണ്. BLOയുടെ റിപ്പോർട്ട് അവഗണിച്ച് എങ്ങനെയാണ് ഇവർക്ക് ഈ പട്ടികയിൽ തുടരാൻ കഴിയുക? അതന്നത്തെ ചോരത്തിളപ്പിന് ഇതിനകത്ത് ഇതെന്താണ്? BLOമാർ ആരാണ്? ജീവനക്കാരാണല്ലോ സ്വാഭാവികമായി. ആളുകളാണോ? അതാണ് ഞാൻ ചോദിച്ചത്. ഇതിനകത്ത് നിങ്ങൾ പറയുന്നതിന് ഒരു യുക്തി വേണ്ടേ? യുക്തി ഇത്രേ ഉള്ളൂ. BLO ഈ വോട്ടർമാരെ എനിക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞില്ല എന്ന റിപ്പോർട്ട് മുകളിലേക്ക് കൊടുത്തിട്ടും ഇവർ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടില്ല. ഈ ചർച്ചയിലുടനീളം ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലെന്ന് ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പറഞ്ഞുകൊണ്ടിരിക്കലാണ്. ഒന്ന് നിങ്ങളുടെ സൗണ്ട് അവിടെ കൂട്ടി വെച്ചിട്ടോ എനിക്ക് നല്ല ശാരീരികമായിട്ട് അസ്വസ്ഥതകളുണ്ടോ എന്റെ സൗണ്ട് വരാത്തതുകൊണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. കാണിക്കണം. ഒന്ന് ഞാൻ പറയാം, വീണ്ടും ഇടയ്ക്ക് കയറരുത്. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ അജണ്ടയ്ക്ക് അറേഞ്ച് പറയാനല്ലെന്ന് ഞാൻ വന്നത്. അഭിലാഷിന് തോന്നുന്നത് കേൾക്കാൻ ആവശ്യമുള്ളത് മാത്രം പറയാനല്ല ഞാൻ വന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾ ഇടപെടരുത്.
അഭിലാഷ് ഈ പരിപാടി നടക്കില്ല കേട്ടോ. നിങ്ങൾ ഈ പരിപാടി നടക്കില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം, ജനങ്ങളെ കേൾപ്പിക്കണം. ഇവിടെ നിങ്ങളുടെ ക്യാപ്ഷൻ തന്നെ തൃശ്ശൂർ മോഷ്ടിച്ചെടുത്തോ. നിങ്ങൾ ഒരു ചാനലിൽ ഇരുന്നിട്ട് എന്ത് മര്യാദകൾ നിങ്ങൾക്ക് പറയാമെന്നും ചെയ്യാമെന്നും നിങ്ങൾ കരുതരുത്. ഈ റൺ ബേബി റൺ സിനിമയെ പോലെ ഒരു ഉണ്ടത്രയെ കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും തോന്നിവാസവും എഴുതാമെന്ന് നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾക്ക് തോന്നാൻ വേണ്ടിയിട്ട് പാടില്ല. എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അഭിലാഷ് ജമാഅത്തെ ഇസ്ലാമിയുടെ പണം വാങ്ങിയിട്ടാണോ ഈ ചർച്ച നടത്തുന്നത് എന്നൊരാണോ കൂടി ഞാൻ ചോദിച്ചാൽ ശരിയാവോ? അല്ലെങ്കിൽ വാങ്ങിയിട്ടാണോ ഞങ്ങൾക്കെതിരെ ചർച്ച നടത്തുന്നത് എന്നൊരാണോ ചോദിച്ച് ഞാൻ ചർച്ച ചെയ്താൽ ശരിയാകുമോ? ഇതൊന്നും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ചർച്ച നടത്താം. അതിന് നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഞങ്ങൾ ഉത്തരവും തരും. പക്ഷേ ഈ ഉണ്ടത്ര വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള വൃത്തികെട്ടിട്ടുള്ള ഈ രാഷ്ട്രീയ അജണ്ടകള് മാതൃഭൂമി പോലൊരു ചാനൽ ഇത് ശരിയല്ല. ഇത് നിങ്ങളുടെ ഒരു അജണ്ടയുടെ ഭാഗമാണത്. നിങ്ങൾ എന്നെ കൊണ്ട് ഈ അജണ്ടയുടെ ഭാഗമാണെന്ന് പറയാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതല്ലേ മാധ്യമങ്ങളുടെ അജണ്ട. ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ലാന്ന്, ഈ ജനാധിപത്യത്തെ അംഗീകരിക്കാത്തത് അതിനെ തൂക്കി വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങള്, നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകര്. അവിടെയാണ് പ്രശ്നം. ഇത് എന്റെ അപ്പനോട് പോയി പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമല്ലാട്ടല്ല. ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്ത് ജയിച്ച ഒരാളെ മോഷ്ടിക്കുകയാണ് എന്ന ആരോപണം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഉന്നയിച്ചത്. മോഷണമാണോ നടന്നത് എന്നാണ് ചോദ്യം. നിങ്ങളെ പോലുള്ള മാധ്യമങ്ങളാണ് എവിടുന്നൊക്കെയോ പണം വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ശബ്ദിക്കരുത്. ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ്. ഇത് ജനാധിപത്യത്തെ അപമാനിക്കലാണ്. അതെ, വോട്ട് മോഷ്ടിക്കുന്നത് ജനാധിപത്യത്തെ അപമാനിക്കലാണ്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ജനാധിപത്യത്തിന്റെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനും അതാണ് നിങ്ങളുടെ ചോദ്യം. എന്റെ ചോദ്യം അത് തന്നെയാണ്. എന്റെ ചോദ്യം അത് തന്നെയാണ്. ചർച്ചയുടെ തുടക്കം മുതൽ ആളുകൾ കാണട്ടെ. കാണട്ടെ. നിങ്ങൾ എന്നെ പറയാൻ അനുവദിച്ചിട്ടുണ്ടോ? എനിക്ക് ഇതിനകത്ത് നിങ്ങളുടെ സൗണ്ട് കൂട്ടി എന്റെ സൗണ്ടും കുറച്ചും വയ്ക്കുന്നു. അങ്ങനെ സാധിക്കില്ല ശ്യാംരാജ്. ഒരാളുടെ സൗണ്ട് കൂട്ടി മറ്റൊരാളുടെ സൗണ്ട് കുറച്ച് വെക്കാൻ പറ്റില്ലെന്നേ. അങ്ങനെ ഒന്നും പറ്റില്ല, അങ്ങനെ ചെയ്യുകയുമില്ല. അങ്ങനെ എന്റെ അഭിലാഷ് ഇതൊക്കെ കണ്ടതാ. നമ്മളൊക്കെ എത്രയോ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ചർച്ച കഴിഞ്ഞിട്ട് അങ്ങ് യൂട്യൂബിൽ കണ്ടു നോക്കൂ. പ്രേക്ഷകർ പറയട്ടെ. നിങ്ങൾ പറയല്ലേ? നിനക്ക് ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നിങ്ങൾ എന്നെ പറയാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. ശരി, പറയും. പറയാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. പറഞ്ഞോളൂ. പറയാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. ഈ പറയുന്നില്ലല്ലോ. അത് വിലയിരുത്തട്ടെ. ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങളുണ്ടെന്നേ. അല്ല, അഭിലാഷിന് ഇഷ്ടമുള്ളത് മാത്രം എന്റെ വായിൽ നിന്ന് കേൾക്കണം നിങ്ങൾ ധരിക്കരുത്. ഞാൻ വന്നത് എന്റെ പറയാനാണ് വന്നത്. ഓൾറെഡി തലയ്ക്ക് അല്പം കുഴപ്പമുണ്ട്. ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? ഞാനൊരു ചോദ്യം പറയാൻ സമ്മതിക്കണമെന്ന്. ആ ഉത്തരത്തിന്റെ സമീപത്തെങ്കിലും എത്തണ്ടേ? ചോദ്യത്തിന് ഉത്തരമല്ല പറയുന്നത്. അതാണ് അഭിലാഷ്. ആലത്തൂർ മണ്ഡലത്തിലെ നിങ്ങളുടെ പ്രാദേശിക പ്രവർത്തകൻ ഹരിദാസും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എങ്ങനെയാണ് തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്തത്? ഞങ്ങളുടെ ഏത് പ്രവർത്തകൻ? നിങ്ങൾ ഓരോ പേര് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഓരോ ആളുകളെ കൊണ്ടുവന്നിട്ട് അത് ഞങ്ങളുടെ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ്? പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുള്ള ആളാണ് ശ്യാംരാജ്. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. വേലൂരിലെ ഹരിദാസന്റെ വീട്ടിൽ നിന്ന് മാധ്യമ പ്രവർത്തകരൊക്കെ പോയതാണെന്ന് അദ്ദേഹം ഞങ്ങളുടെ പ്രവർത്തകനാണെന്ന് പറഞ്ഞോ? അദ്ദേഹം തദ്ദേശ ഞങ്ങളുടെ പ്രവർത്തകനാണെന്ന് പറഞ്ഞോ? നിങ്ങളുടെ പ്രവർത്തകനല്ലേ? അദ്ദേഹം ഞങ്ങളുടെ പ്രവർത്തകൻ. അദ്ദേഹത്തിന്റെ ബൈറ്റ് ഞാനും കണ്ടുവെന്ന്. അപ്പൊ അദ്ദേഹം നിങ്ങളുടെ പ്രവർത്തകനല്ലേ? ചെയ്താനും കടലിൽ നടക്കായല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് ശ്രീ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം പറയട്ടെ പറയാൻ അനുവദിക്കണം. അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം വോട്ട് ചേർത്തു. പിന്നീട് അദ്ദേഹത്തിന് തോന്നി അതിന് ശരികേടുണ്ടെന്ന്. അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് പേര് ഇങ്ങനെ വോട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങ് പറയുന്നത് ഷാജിയെ കുറിച്ചും ഞാൻ പറയുന്നത് ഹരിദാസനെ കുറിച്ചുമാണ്. കുറെ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൺഫ്യൂഷൻ ഒക്കെ വരുന്നത്. ഇതിപ്പോ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ജനാധിപത്യത്തിന്റെ അവസ്ഥ? ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ.